ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോൾമേറ്റിനെ പറ്റിയാണ്. അതായത് നിങ്ങൾക്ക് സോൾമേറ്റ് ഉണ്ടോ, ആരാണ് നിങ്ങളുടെ സോൾമേറ്റ്, എന്താണ് നിങ്ങളുടെ സോൾമേറ്റ്, ആ സോൾമേറ്റ് എന്നാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, ഇനി നിങ്ങളുടെ ലൈഫിൽ സോൾമേറ്റ് ഉണ്ടോ. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഓഫ് കോഴ്സ് സോൾമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വരാൻ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു സോൾമേറ്റ് ഉണ്ടാവും. സോൾമേറ്റ് ഉണ്ടാവും, ടിൻ ഫ്ലെയിം ഉണ്ടാവും, കാർമിക്കായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും, സ്റ്റാർ സീഡുകളുണ്ടാവും. അപ്പം ഇങ്ങനെ അനവധി ഒരു ലൈഫ് ഉള്ളതിൽ ഒരുപാട് ആൾക്കാരെ നമ്മളിവിടെ മീറ്റ് ചെയ്യേണ്ടി വരും. സോ അതിൽ സോൾമേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വന്നിട്ട് ഒരു സോൾ കോൺട്രാക്റ്റ് എഴുതിയിട്ടായിരിക്കും ഇവർ വരുന്നത്. സോ ഇവർ നമ്മുടെ ലൈഫിൽ സോൾ കോൺട്രാക്റ്റ് എഴുതി വന്നതിന് ശേഷം അവർ ഭൂമിയിൽ നിന്നും പുറമേ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ടൈമിൽ ഇവർ ജനിക്കുന്നതിന് മുന്നേ സോൾ കോൺട്രാക്റ്റ് എഴുതിയിട്ടായിരിക്കും ഇവർ വരുന്നത്. സോ ഇവർ വന്ന് നമ്മുടെ ലൈഫ് ചേഞ്ചായിട്ട് പോകുന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഇവർ ഒന്നും ഫ്രീ ആയിട്ട് ചെയ്യത്തില്ല. നമ്മൾ എന്തെങ്കിലും ഇവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ കാർമിക് സോളും നമ്മുടെ ലൈഫിൽ വന്ന് ഇവരെന്തെങ്കിലും നമുക്കൊരു സന്തോഷം തന്നാൽ അതിന് പകരമായിട്ട് ഒരുപാട് നെഗറ്റീവും ഇവർ തന്നെ തരും. ഇവർ തന്നെ സന്തോഷം, ഇവർ തന്നെ നെഗറ്റീവും തരും. സോൾമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ടൈം ആകുമ്പം നമ്മളുടെ ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് വരും. വന്നതിന് ശേഷം ഇവർ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും. പിന്നെ വരുന്നത് കാർമിക്കാണോ സോൾമേറ്റ് ആണോ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അവസാനം ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്ന നമ്മളുടെ സോൾമേറ്റ് ആണെന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷേ കാലക്രമേണ നമുക്കത് മനസ്സിലാവും, ഇത് നമ്മുടെ കാർമിക് സോൾമേറ്റ് ആണ്, കാർമിക്കായിരുന്നു. കാരണം നമ്മളെ അറുത്ത് തിന്ന് മുറിച്ച് വെട്ടി ഞുറുക്കി ചെയ്യണമെങ്കിൽ ആൾക്കാർക്ക് കൂടെ പകുതിയും കൊടുക്കും. അങ്ങനത്തെ കാർമിക് സോൾമേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാലാകാലം കൊണ്ട് നമ്മളെ ജന്മാന്തരങ്ങൾ കൊണ്ട് നമ്മളുടെ അടുത്ത് കർമ്മ വീട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് നമ്മുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കും ഇവർ. എക്സാമ്പിള് എന്തെന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ഇത് ചിലപ്പം മനുഷ്യഗണങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും ഗണങ്ങളും ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സ്റ്റാർ സീഡ് എന്ന് പറയുന്നത് വേറെ ഗ്രഹത്തിൽ നിന്നും വരുന്ന, അതായത് എന്താ പറയുക, സ്റ്റാർ സീഡ് എന്ന് പറയുന്നത് നമുക്കിവരെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ കണ്ട ആൾക്കാരായിട്ട് നമുക്ക് തോന്നത്തില്ല. നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം തോന്നും. പക്ഷേ ഇവരുടെ അപാരമായ കഴിവുകളായിരിക്കും. അപാരമായിട്ടുള്ള കഴിവുകളെന്ന് പറയുന്നത് മനുഷ്യഗണത്തിന് പറ്റാത്ത പല കഴിവുകൾ ഇവർക്കുണ്ടായിരിക്കും. പെട്ടെന്ന് ആൾക്കാരെ കൺവിൻസ് ചെയ്യും. ഭയങ്കര നോളജായിരിക്കും. എന്താ പറയുക, ഭയങ്കര ഹീലിംഗ് പവറായിരിക്കും. ഇവർക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ടായിരിക്കും. അതായത് സ്റ്റാർ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ടായിരിക്കും. നാച്ചുറലായിട്ടും ഇവർ ഭയങ്കര സപ്പോർട്ടായിരിക്കും. ഇവരെ ഫുൾ ഡീലിങ്സിലായിരിക്കും ഇവർ വരുന്നത്. ഇവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട പർപ്പസ് ഇവരായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സലായിട്ട് തന്നെ പർപ്പസും കാര്യങ്ങളെല്ലാം പല ആൾക്കാർ വഴി ഇവിടത്തുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് മനുഷ്യൻ എന്താണ്, മനുഷ്യൻ്റെ സിറ്റുവേഷൻസ് എന്താണ്, മനുഷ്യൻ്റെ ഗണങ്ങൾ എന്താണ് എന്നൊക്കെ എല്ലാം പഠിച്ചിട്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സ്റ്റാർ സീഡ്. അത് ഭൂമിയുമായിട്ടും യൂണിവേഴ്സലുമായിട്ടും കണക്റ്റഡ് ആണ്. സോ അവരിവിടെ വന്നതിന് വ്യക്തമായിട്ട് കാരണങ്ങളുണ്ടാവും. അവരെയൊന്നും പോയിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യഗണങ്ങളായാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ അന്തം വിട്ടുള്ള ജീവിതമായിരിക്കും. ഇവർക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല ഇവരാരാണ് എന്താണെന്ന്. സ്റ്റാർ സീഡിന് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. കാരണം ഈ എന്താ പറയുക, കസ്തൂരി കൊണ്ട് നടക്കണ കസ്തൂരിമാൻ ഇവൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അവളുടെ ഉള്ളിലാണ് കസ്തൂരി എന്ന് പറയുന്ന സിറ്റുവേഷൻ. അതേ കണക്കായിരിക്കും ഇവരുടെ സിറ്റുവേഷൻ. ഇവർക്കൊന്നും അറിയാം. ഇവരെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ വേറെ രീതിയായിരിക്കും. ടിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എനിക്ക് പകരമായിട്ട് വേറൊരു പെണ്ണുണ്ട്. എൻ്റെ അതേ ശക്തി, എൻ്റെ അതേ പവർ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതേ കണക്കൊരു ടിൻ ഫ്ലെയിം ജേണിയുണ്ട്. അതാണ് ടിൻ ഫ്ലെയിം ജേണി എന്നത്. പകുതിക്ക് പകുതി എന്ന് പറയും. എൻ്റെ സോളിൻ്റെ പകുതിക്കാരി, അല്ലെങ്കിൽ എൻ്റെ സോളിൻ്റെ പകുതി എന്നൊക്കെ പറയും. അതാണ് ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത്. ടിൻ ഫ്ലെയിം ജേണിനെ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടുമുട്ടുന്നവരെ നമ്മൾ പ്രശ്നങ്ങളായിരിക്കും. കണ്ടുമുട്ടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രശ്നങ്ങളും പരിഹാരമൊക്കെ ആയിട്ട് അങ്ങ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളെ ടോട്ടലി ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. കാർമിക് എന്ന് പറയുന്നത് മഹാപ്രശ്നക്കാരാണ്. കാർമിക് എന്ന് പറഞ്ഞത് ഭയങ്കര പ്രോബ്ലംസാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് നമ്മളെ കയ്യിൽ നിൽക്കുന്ന ഒരു ആൾക്കാരല്ല കാർമിക് എന്ന് പറയുന്നത്. അത് ഫുള്ളി ടോട്ടലി പ്രോബ്ലംസാണ് കാർമിക് എന്ന് പറയുന്നത്. ഇവർ കാലാന്തരമായിട്ട് ജന്മാന്തരങ്ങൾ കൊണ്ട്
ഇവർ പ്രശ്നങ്ങളും സിറ്റുവേഷൻസും, അതായത് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നമ്മൾ പണ്ടത്തെ കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗേൾസ് എന്ന് പറയുന്നത് കാർമിക്കിൻ്റെ ഒരു ടൈമാണ് ഇപ്പം കാലചക്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പെണ്ണുങ്ങൾക്ക് പണ്ട് ഒരു രീതിയിലുള്ള സക്സസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നോക്കിക്കാണ് പെണ്ണുങ്ങളെയാണ് യൂണിവേഴ്സ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ കണക്ക് അപ്പം അതൊരു കാർമിക്കാണ്. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോൾമേറ്റിനെ കുറിച്ചാണ്. അങ്ങനെ ഒരുപാടുണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് ഗണങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതേ കണക്കിന് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൂടാ, ഓരോ ഓരോ മൃഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന മനുഷ്യന്മാരിവിടെ ഉണ്ട്. അതാണ് ഈ ഗണങ്ങളുടെ ഇതിൽ മൃഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പൂച്ചയുടെ സ്വഭാവം കാണിക്കുന്ന മനുഷ്യന്മാരുണ്ട്, കടുവേരെ സ്വഭാവം കാണിക്കുന്ന മനുഷ്യന്മാരുണ്ട്, സിംഹത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന സ്വഭാവമുണ്ട്. നമ്മൾ ഈ സിനിമയിലെ കണ്ടിട്ടില്ലേ, സിംഹത്തിനെ പോലെ വരുന്ന മാടപ്രാവിൻ്റെ സ്വഭാവം കാണിക്കുന്ന ലേഡീസും ആണുങ്ങളും ഉണ്ട്. അങ്ങനെ ഓരോ ഗണങ്ങളും ഉണ്ട് കേട്ടോ. സോ ഇവരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു മനുഷ്യന് എന്താ പറയുക, മൃഗമുണ്ട്, ചിത്രശില്പം, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇവരുടെ സ്വന്തം ചെടിയുണ്ട്, ആഹാര വസ്തുക്കളുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, മൃഗങ്ങളുണ്ട്, ഈ പക്ഷികളുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യന് തന്നെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഗണത്തിൽപ്പെടുന്ന എല്ലാവരെയും ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഗണത്തിൽപ്പെടുന്ന എല്ലാവരെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എൻ്റെ ഗണത്തിൽപ്പെടുന്ന എനിക്ക് പുലിയാണ്, അല്ലെങ്കിൽ കടുവ എൻ്റെ ഗണത്തിൽപ്പെടുന്നതാണെന്ന് വിചാരിച്ചു, എനിക്ക് കടുവനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻറ്റ്യൂട്ടീവിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ കടുവേനെ. നിങ്ങൾക്ക് എത്രമാത്രം ആക്സസ് ഉണ്ട് എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൂച്ചനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പൂച്ച വെറുതെ വന്ന് വരും ഇവരുടെ അടുത്തോട്ട്. പിന്നെ ഡോഗിനെ ഇഷ്ടപ്പെടുന്നവർ, ഇവരെ കാണുമ്പോൾ ഡോഗ് പെട്ടെന്ന് അടുത്തോട്ട് വരും. അതവരുടെ വീട്ടിൽ ഡോഗിനെ വളർത്തുന്നത് കൊണ്ടായിരിക്കത്തില്ല, അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഗണത്തിനെയൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വെറുതെ തമാശക്കാരൊന്നുമല്ല, സീരിയസ്ലി പറയുന്നതാണ്. സോ ഒരു ടൈം ആകുമ്പം ഇവർ തന്നെ അതിനെ കണക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർ സ്വപ്നങ്ങളിൽ കാണാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയൊക്കെ ഒരുപാട് കഴിവുണ്ട്. നമ്മളെ കഴിവിനെയൊക്കെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണൂലേ, അങ്ങനെ. അപ്പം ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സോൾമേറ്റിനെ കുറിച്ച് പോകാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. ഈ സാധനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ഇതിലോട്ട് പോകാമേ. എന്താണ് നിങ്ങളുടെ സോൾമേറ്റ്, ആരാണ് നിങ്ങളുടെ സോൾമേറ്റ്, എപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് വരും, ഈ ലൈഫിൽ നിങ്ങളുടെ സോൾമേറ്റ് ഉണ്ടോ, എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്, അങ്ങനെയൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണേ. ഓക്കെ, അപ്പം ഒരാളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. അതുമാത്രമല്ല, ഒരു വ്യക്തിയെ ടോട്ടലി ട്രാൻസ്ഫർമേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സോൾമേറ്റിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ടാവും. അവന് അല്ലെങ്കിൽ അവൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പർപ്പസ് ആയിട്ടായിരിക്കും അവർ വരുന്നത്. സോ നമുക്കത് ഇൻറ്റൻഷനലി അറിയാൻ പറ്റത്തില്ല, നമുക്കത് ഇന്നറിൽ അറിയാൻ പറ്റും. അതായത് നമ്മളുടെ നല്ല സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാർക്ക്, നല്ല ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, നല്ല സ്പിരിച്വൽ ലെവലിനും ഭയങ്കരമായിട്ടും ഹൈപ്പായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും. അതായത് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു മാരേജിനോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വ്യക്തിയെടുത്തൊരു അട്രാക്ഷൻ തോന്നും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അല്ലെങ്കിൽ എക്സാമ്പിൾ നമ്മളിപ്പം എന്താ പറയുക, നമ്മളൊരു കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു ന്യൂ ബിഗിനിങ്സ്, അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിൽ പുതുതായിട്ട് പഠിക്കാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത്, ഒരു +2 കയറുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരാളെടുത്ത് മാത്രം എന്തുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഇൻറ്റിമസി തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്, നമ്മളുടെ ലൈഫിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു പോകുന്നു, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. സോ ആ ബെസ്റ്റ് ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന ക്വാളിറ്റി എന്താണ്, നമ്മളുടെ സെയിം ക്യാരക്ടറാണ്, നമ്മളുടെ സെയിം സ്വഭാവമാണ്, നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സോൾമേറ്റ് ആകത്തുള്ളൂ. നമ്മളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു ആൾ നമ്മുടെ ലൈഫിൽ വരണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത്. അതായത് നമ്മളുമായിട്ട് ഒരു കണക്ഷനും കാണത്തില്ല, നമ്മളെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും ആളുടെ ക്യാരക്ടർ, പക്ഷേ ആളുടെ ക്യാരക്ടർ നമ്മളിലോട്ട് അടിച്ചേൽപ്പിച്ച് ആളെ കണക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന ആ ക്യാരക്ടർ വരുന്നത്. അതായത് ടിൻ ഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാർ വരുന്നത്. പക്ഷേ അവരുടെ അനുഭവങ്ങളും സിറ്റുവേഷൻസും എല്ലാം വേറെ ആയിരിക്കും, പക്ഷേ നമ്മളുമായിട്ട് ഭയങ്കര സാമ്യം തോന്നും. പക്ഷേ പോകുന്ന സമയത്ത് അവരുടെ ക്യാരക്ടർ നമുക്ക് തന്നിട്ട് നമ്മളുടെ ക്യാരക്ടർ അവരെടുത്തോണ്ട് പോകും. അങ്ങനെയൊക്കെ
ഒരുപാട് മിസ്റ്ററീസ് ഉള്ളതാണ് സോൾമേറ്റ്, ടിൻ ഫ്ലെയിം ജേണി, കാർമിക് സോൾമേറ്റ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടുള്ള സോൾമേറ്റ്, അതുപോലെ തന്നെ എന്താ പറയുക സ്റ്റാർ സീഡ്, അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് വ്യക്തമായിട്ടൊരു പർപ്പസ് ഉണ്ട്, വ്യക്തമായിട്ട് കാര്യമുണ്ട്. ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ നിന്നും നോക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു തട്ടും മനസ്സിലാവത്തില്ല. ഇതിന് ഉയർന്ന ചിന്താഗതി എന്ന് പറയുന്നത് ഡയമെൻഷൻ വരെ മാറണം. ഒരു 3 ഡയമെൻഷൻ വരെയാണ് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നത്. സോ ആ ഡയമെൻഷൻ മാറി ലാസ്റ്റ് ഡയമെൻഷൻ എത്തണം. ലാസ്റ്റ് ഡയമെൻഷൻ എത്തുന്നൊരു വ്യക്തിക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് എന്താ പറയുക ആധികാരികമായിട്ട് അറിയാനും അല്ലെങ്കിൽ ആധികാരികമായിട്ട് നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. അല്ലെങ്കിൽ നല്ല സൈക്കിക്കബിലിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കണം. എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജി ഉള്ളൊരു വ്യക്തിയായിരിക്കും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ ഭയങ്കര കഴിവുള്ള ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ പറ്റുമായിരിക്കും. ഇങ്ങനത്തുള്ള ഗുരുജിമാർക്ക് ജീവിതം ഫുള്ള് അതിന് വേണ്ടി ഒഴിഞ്ഞിടുന്ന ആൾക്കാർക്കൊക്കെ ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് പെട്ടെന്ന് അറിയാൻ പറ്റും. അവർക്ക് ലൈഫിൽ വരുന്നൊരു വ്യക്തി എന്തിനാണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, തൊട്ട് ഫ്രണ്ട് വന്ന് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. ഫുൾ സ്കാനിങ്ങിൻ്റെ ഇങ്ങനെ അറിയാൻ പറ്റും, കണ്ണിലിങ്ങനെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അവൻ്റെ ലൈഫ് ഫുൾ ഹിസ്റ്ററി, കാര്യങ്ങൾ, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എല്ലാം ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഇൻഡ്യൂട്ടീവിൽ കഴിവുള്ള ആൾക്കാരുണ്ട്. അതായത് തേർഡ് ഐ ചക്രയൊക്കെ ഉണർത്തിയെടുക്കുന്ന സ്പിരിച്വാലിറ്റിയിലെ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമ്മുടെ ലൈഫിൽ ഓരോരുത്തർ വരുന്നതിന് ട്രാൻസ്ഫർ ഒരു കാരണമുണ്ട്. വെറുതെ വന്നിട്ട് പോകുന്നതല്ല. അതേ കണക്ക് തന്നെ ഇവരൊന്നും വന്നിട്ട് വെറുതെ ചുളിവിൽ വന്ന് പോകുന്ന ആൾക്കാരൊന്നുമല്ല. ഇവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഇവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ തന്നെ, നമ്മളുടെ സോൾമേറ്റ് ആണെങ്കിൽ തന്നെ, ഇവരൊക്കെ വരുന്നതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും. സോ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങളുമായിട്ടും നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടും നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ആയിരിക്കും. നിങ്ങൾ ആ വ്യക്തിയുടെ കൺട്രോളിലായിരിക്കും, നിങ്ങളുടെ സോൾമേറ്റിൻ്റെ കൺട്രോളിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഈ വ്യക്തിയോട് ചേർന്ന് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഒരാളെ കളിയാക്കാൻ പറ്റും, ഒരാളെ നാണം കെടുത്താൻ പറ്റും, ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ശക്തി, അവിടെ ഭയങ്കരമായിട്ടൊരു എനർജി ഉറവിടം അവിടെ രൂപപ്പെടും. നിങ്ങൾ രണ്ടും ചേർന്ന് മേ ബി ഒരുപാട് കർമ്മകൾ ചെയ്യും, ഒരുപാട് നെഗറ്റീവ് ചെയ്യുമായിരിക്കും, ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഒരു വ്യക്തിയായിരിക്കും മെയിൻ ഹീറോ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, എന്തുമായിരിക്കും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ചേരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ചേരുന്ന സമയത്ത് നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോൾമേറ്റ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഈ സോൾമേറ്റ് റിലേഷൻഷിപ്പിൽ തന്നെ കാർമിക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതായത് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരുപാട് ഉടായ്പ കാണിക്കും, ഒരുപാട് നെഗറ്റീവ്സ് കാണിക്കും, ഒരുപാട് എനർജി വലിച്ചെടുക്കും. ആൾക്കാരെ നിന്നൊക്കെ ഒരുപാട് എനർജി വലിച്ചെടുക്കും. നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവത്തില്ല, പക്ഷേ നിങ്ങൾ ആൾക്കാരെ നിന്നൊക്കെ ഒരുപാട് എനർജി ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. ആൾക്കാരുടെ ഇമോഷൻസിലൊക്കെ ചെന്ന് നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി ആൾക്കാരെ ഡൗൺ ആക്കാൻ വേണ്ടി നോക്കും. അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ചേർന്ന സമയത്ത് കണ്ണീർ കമ്പയർ വിടുന്ന, ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ പുതുമോടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോൾമേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല നിങ്ങൾ സോൾമേറ്റ് ആണ്. പക്ഷേ നിങ്ങൾ അഗാധമായിട്ടുള്ള പ്രണയം, അഗാധമായിട്ടുള്ള ഇഷ്ടം മനസ്സ് കൊടുത്ത് പ്രണയിക്കുന്നു, ഒരുമിച്ച് എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇത് ബാക്കിയുള്ളവർക്ക് ഈഗോ അടിക്കും, ബാക്കിയുള്ളവർക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള അടിക്കും, കണ്ണീർ കമ്പയർ, ദൃഷ്ടിദോഷം, ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കിതൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ ഭയങ്കര അടിച്ചു പൊളിച്ചു പോകും. എനിക്കൊന്നും ഏക്കത്തില്ല, എൻ്റെ ലൈഫ് ഇതാണ്, ഞാൻ സെറ്റിൽഡായി, ഞാൻ ലൈഫ് ഓക്കെയാണ്, ഇവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവളുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ആർക്കും തൊടാൻ പറ്റത്തില്ല എന്നുള്ള അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും തൊടാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈൻ ടൈം ആവുന്ന സമയത്ത് സിറ്റുവേഷൻസ് മാറും. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഡിവൈൻസാണ്. സോ അവർ ഇതിൻ്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിലുള്ള ആര് വന്നിട്ടും അതിനെ തൊടാൻ വേണ്ടി പറ്റത്തില്ല. മേജർ അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കാരണം ഒരുപാട് പേർക്ക് ഉപദ്രവങ്ങളുണ്ടാവും, ഒരുപാട് പേർക്ക് നെഗറ്റീവ് ഉണ്ട്. ഞാനിതൊരു നെഗറ്റീവായിട്ട് പറയുന്നില്ല, പക്ഷേ ഇത് കാർഡിൽ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ വ്യക്തിയിൽ അടിമപ്പെടും. ആ വ്യക്തിയിൽ ഇമോഷണലി എനിക്ക് ആ വ്യക്തി ഇല്ലാണ്ട് പറ്റത്തില്ല, ആ വ്യക്തിയിലാണ് എൻ്റെ ഈ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫ് ലോങ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പ്രഷൻ, നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സോൾ ഹാപ്പിയാവും, എല്ലാം ആണ്. പക്ഷേ ഈ വ്യക്തിക്ക് അതേ കണക്കത്തുള്ള ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും കാണാനുള്ള ചാൻസസ് ഒന്നും ഇല്ല. നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത്
നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടമാണ്, നിങ്ങളുമായിട്ട് ഒരു കണക്ഷനിലും കാര്യങ്ങളും എല്ലാം പെടുന്നത് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ആ സമയത്തുണ്ടാവും കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ കയറാൻ കൊതിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ സമയത്തുണ്ടാവും. പക്ഷേ ആ സമയത്താണ് നിങ്ങളുടെ സോൾമേറ്റ് ഈ വ്യക്തിയായിട്ട് വരുന്നത്. മേ ബി ഇതൊരു കാർമിക്കായിട്ട് മാറുകയും ചെയ്യും. കുറേ നാൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇതല്ല, ഇതെൻ്റെ കാർമിക്കായിരുന്നു, എൻ്റെ സോൾമേറ്റ് വേറെ ആയിരുന്നു എന്നുള്ളതൊക്കെ. സോ ഇതൊരു കൺഫ്യൂഷൻ സിറ്റുവേഷൻസ് ആണ്. അതായത് എന്താ പറയുക, ഇത് യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസുകളായിരിക്കും ചില ആൾക്കാരെ സംബന്ധിച്ച് സോൾമേറ്റുകൾ എന്ന് പറയുന്നത്. ചില സോൾമേറ്റ് ഒരാൾക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരാൾക്ക് ഒരു സോൾമേറ്റ് മാത്രമേ കാണുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല. ഒരാൾക്കൊരു 10 ലക്ഷക്കണക്കിന് സോൾമേറ്റുള്ള ആൾക്കാരുണ്ട്. അതായത് സോൾമേറ്റിൽ തന്നെ ഫേക്ക് സോൾമേറ്റ് ഉണ്ട്, ഒറിജിനൽ സോൾമേറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സോൾമേറ്റ്, ലക്ഷക്കണക്കിന് സോൾമേറ്റ് ഉള്ള ആൾക്കാരുണ്ട്. അതായത് എൻ്റെ റീഡിങ് കാണുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ സോൾമേറ്റാണ്. സോ സോൾമേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഗണത്തിൽ പെടുന്ന, ഇപ്പോൾ പൂച്ചയുടെ ഗണത്തിൽ പെടുന്ന തന്നെ ഒരുപാട് പൂച്ചകളില്ലേ? ഒരു പൂച്ചയാണുള്ളത്. ഈ ഭൂമിയിൽ തന്നെ എവിടെയെല്ലാം പൂച്ചകളുണ്ട്. അമേരിക്കയിൽ പൂച്ചയുണ്ട്, ദുബായിൽ പൂച്ചയുണ്ട്. അപ്പം അവർക്ക് തമ്മിൽ അറിയത്തില്ലെങ്കിൽ പോലും ഇപ്പം ഇവിടത്തുള്ളൊരു പൂച്ചയെ ദുബായി കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ പ്രസവിക്കൂലേ? അത് പ്രസവിക്കും. കാരണം എന്താ പറയുക, ഒരു ആൺപൂച്ചേനെ ഇവിടെ നിന്ന് ദുബായിൽ, ഞാൻ ഇവിടെ നിന്ന് ഒരു ആൺപൂച്ചേനെ കൊണ്ടുവന്ന് ദുബായ് പെൺപൂച്ചയ്ക്ക് കൊടുക്കുകയാണ്. സോ അതവിടെ പ്രസവിക്കും. അങ്ങനത്തെ ഒന്നുമില്ല. അതവിടെ ആരുമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവും. എന്നും പറഞ്ഞുകൊണ്ട് ദുബായ് പൂച്ചേനെ കൊണ്ടുവന്ന് പട്ടിയുടെ മുന്നിൽ കൊണ്ടിട്ടല്ല, കടിച്ച് കീറത്തല്ലേ ഉള്ളൂ. സോ അതാണ് സോൾമേറ്റ് കണക്ഷൻസ് എന്ന് പറയുന്നത്. ഒരേ വേവിലും ഒരേ സിറ്റുവേഷൻസുള്ള ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. സോ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ആൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കൊതിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരാൾ വരുന്ന സമയത്ത് ഒരിക്കലും ആ വ്യക്തിക്ക് മനസ്സ് കൊടുത്ത് ആ വ്യക്തി പൂർണ്ണമായിട്ടും ഒരിക്കലും സോൾമേറ്റ് ആണ്, ടിൻ ഫ്ലെയിം ആണ്, എന്താണ് ടിൻ ഫ്ലെയിം തന്നെ ഫേക്ക് ടിൻ ഫ്ലെയിം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ പക്ക ടിൻ ഫ്ലെയിം എന്നും പറഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഫേക്ക് ടിൻ ഫ്ലെയിം ആയിരിക്കും. അതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട്. അപ്പം ഇതൊക്കെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പാഠം പഠിപ്പിക്കാനും നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഇങ്ങനത്തുള്ള സോൾമേറ്റുകളും ടിൻ ഫ്ലെയിം ജേണികളൊക്കെ വരുന്നത്. ആ വ്യക്തി പറയുന്നതൊക്കെ നിങ്ങൾക്ക് വേദവാക്യമായിരിക്കും. ആ വ്യക്തി പറയുന്ന കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകും. ആ വ്യക്തി പറയുന്നതാണ് സത്യം. ആ വ്യക്തിയുടെ പല ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ആ വ്യക്തി ഇപ്പോൾ വേറൊരാളെ കുറിച്ച് കുറ്റം പറയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ശരിയാണ്, അവൾ തെറ്റുകാരിയാണ്, അപ്പോൾ അവളെടുത്ത് മിണ്ടണ്ട എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് പറയാണ്, എടാ അവള് മോശമാണ് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് വലിയ സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ആളുടേതായിട്ട് സിറ്റുവേഷനിലേ നിൽക്കത്തുള്ളൂ. നിങ്ങളെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തുള്ള എനർജീസ് നിങ്ങളെ പെട്ടെന്ന് ഇത് ചെയ്യും. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എംപത്തറ്റിക് അല്ലെങ്കിൽ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി, ടോക്സിക് ക്യാരക്ടർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. സോ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ബിൽഡ് ക്വാളിറ്റി നശിപ്പിക്കും ഭയങ്കരമായിട്ടും. നിങ്ങൾക്കുള്ളൊരു ബിൽഡ് ക്വാളിറ്റി, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ക്യാരക്ടർ, നിങ്ങളുടേതായിട്ടുള്ളൊരു സ്വഭാവമൊക്കെ ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. കുറേ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ സ്വഭാവം എന്താണ്, എൻ്റെ ക്യാരക്ടർ എവിടെ പോയി, ഞാൻ ആരായിരുന്നു, ഞാൻ എന്താണ്, എൻ്റെ ക്യാരക്ടർ എന്താണ്, എൻ്റെ സ്വഭാവം എന്താണ്, എൻ്റെ എനർജി എന്തായിരുന്നു, ഞാൻ ആരാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് പോവേണ്ട ഒരു സമയത്തിലോട്ട് പോവും. സോ ഇങ്ങനത്തുള്ള വ്യക്തികളെ സത്യം പറഞ്ഞാൽ അടുപ്പിക്കാണ്ടിരിക്കുന്നതാണ് ഒരുപാട് നല്ലത്. സോൾമേറ്റും മറ്റേതെന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരാളെയും പിടിച്ചടുപ്പിക്കരുത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ സ്പിരിച്വൽ ലെവലിൽ സോൾമേറ്റ്, ടിൻ ഫ്ലെയിം ചെയ്യണം, ഇതൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഇതൊക്കെ നാശം വിതയ്ക്കുന്ന സാധനങ്ങളാണ്. സീരിയസ്ലി നാശം വിതയ്ക്കുന്ന സാധനങ്ങളാണ്. നമ്മളായിട്ട് നിന്ന് നമ്മളുടെ കാര്യങ്ങൾ നോക്കി പോവുക എന്നുള്ളത് അല്ലാണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ബൗണ്ടറി കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കരുത്. നിങ്ങളുടെ ബൗണ്ടറിയിൽ ആരെയും കയറാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യക്തി ഉള്ള സമയം വരെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിരിക്കും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ഉള്ള സമയത്ത് ഹാപ്പിനെസ് ആയിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, ഇല്ലാത്ത സമയത്ത് ഭയങ്കര പ്രോബ്ലംസ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര, കാരണം ഈ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാം എന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങളുടെ സോൾ വിചാരിച്ചു. അപ്പം നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് പണി തരാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ സോൾ ഇത്രയും ഒരു ദിവസം തൊട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച തൊട്ട് നിങ്ങളുടെ മരണം വരെ കൂടെയുള്ള നിങ്ങളുടെ സോള് നിങ്ങളുമായിട്ട് ഇത്രയും അടുത്തിട്ടും നിങ്ങൾക്കതൊന്നും വേണ്ട, വേറൊരാളുടെ സോള് വന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടെ നിന്നെല്ലാം ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ഈഗോ അടിക്കും. സോ അത് മാക്സിമം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനത്തുള്ള ആൾക്കാരെ കൂടുതലും അടുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സോൾമേറ്റ് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും വന്നു പോകുന്ന സമയത്ത് ഇവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്ന. അത് അവർക്കും അറിയാൻ പറ്റത്തില്ല, നിങ്ങൾക്കും അറിയാൻ പറ്റത്തില്ല. ഇത് യൂണിവേഴ്സലായിട്ട് ജന്മാന്തരങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന
സിറ്റുവേഷൻസ് ആണ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് പോയി കുറച്ച് നാൾ പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഒക്കെ അനുഭവിക്കും എന്നുണ്ടെങ്കിലും വന്ന് പോയി ട്രോമാസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഈ വ്യക്തി മൂലം ഉണ്ടാകുന്ന ഒരുപാട് ട്രോമാസും, ഇപ്പോൾ കാർമിക് പാർട്ണറാണ്, കാർമിക് ആയിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ദൈവവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ട്രസ്റ്റ് എന്നൊരു സാധനം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് സോൾമേറ്റ് കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. എന്തൊക്കെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആക്കും, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്, നിങ്ങൾ അവെയർ ആവും. അവേക്കനിങ്, സ്പിരിച്വൽ അവേക്കനിങ് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, ആരുമായിരിക്കാം. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും, അവർക്ക് വ്യക്തമായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും, സ്പെസിഫിക് ആയിട്ടായിരിക്കും ഇവർ വരുന്നത്. സ്പിരിറ്റ്, അവരുടെ ഉള്ളിൽ ആ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് അതെന്താ പറയുക, അവർ ചെറുപ്രായത്തിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവർ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ തരണം ചെയ്ത് വന്ന ഒരു വ്യക്തികളായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അവർക്ക് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും. അവർ ചെറുപ്രായത്തിൽ ഇവർക്ക് വലിയ എന്താ പറയുക, ഒന്നിനോടും വലിയ ആസക്തിയോ പണത്തിനോടോ അങ്ങനെയൊന്നും വലിയ ഇതുള്ള ആൾക്കാരായിരിക്കത്തില്ല. ഇവർ ജീവിതം എന്താണെന്നും ലൈഫ് എന്താണെന്നും വ്യക്തമായിട്ട് പഠിച്ച് വരുന്ന ആൾക്കാരായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇവർ ചൈൽഡിഷ് ക്യാരക്ടർ ആയിരിക്കത്തില്ല. ഇവരെന്ന് പറയുന്നത് കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ചൈൽഡിഷ് ക്യാരക്ടറോ അല്ലെങ്കിൽ ഇവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ചൈൽഡിഷ് ക്യാരക്ടറൊന്നും ആവാനുള്ള ചാൻസസ് ഒന്നുമില്ല. ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അതീവ പവർ കയ്യിലുള്ള വ്യക്തികളായിരിക്കും. ഇവർക്ക് തന്നെ സ്വയമേ തോന്നും ഇവരുടെ ഉള്ളിൽ എന്തോ ഒരു എനർജി ഉണ്ട്, ഭയങ്കര പവറുള്ള വ്യക്തികളാണ്. ഇവർക്ക് ദൈവവിശ്വാസം കൂടുതലായിരിക്കും, പക്ഷേ അവർ പുറമേ കാണിക്കത്തോ ഒന്നും ചെയ്യത്തില്ല. വിശ്വാസവും കാര്യങ്ങളും എല്ലാം കൂടുതലായിരിക്കും. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും. ഇവരുടെ ലൈഫിൽ വരുന്ന ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, ലൈഫിൽ ട്രീറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് സോൾമേറ്റിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. പല പർപ്പസുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നു പോകും സോൾമേറ്റിലെ. ഒന്ന് എന്ന് പറയുന്നത് ദൈവവിശ്വാസം അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്പിരിച്വൽ പരമായിട്ടുള്ള മാർഗദർശനം സംഭവങ്ങളും തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഈ സമയത്ത് നിങ്ങൾ അവേക്കനിങ് ആവും, നിങ്ങളുടെ ട്രസ്റ്റ് കൂടും, നിങ്ങൾ പ്യുവർലി ഒരു എന്താ പറയുക മാനിപ്പുലേറ്റഡ് ആയിട്ട് നിൽക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഈ വ്യക്തി വന്ന് ജസ്റ്റ് പെട്ടെന്ന് പോകുന്നൊരു സിറ്റുവേഷൻസ് ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സോൾമേറ്റ് ആണെങ്കിൽ പോലും അമ്മയോ അച്ഛനോ അങ്ങനെ ആ ഒരു എനർജി തരുന്ന ആരെങ്കിലും ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനുഗ്രഹം തരാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തികളായിരിക്കും ഈ സോൾമേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ വാരിച്ചൊരിഞ്ഞ് തന്നിട്ട് പോകും. ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വലിയ ഇൻഫ്ലുവൻസോ കാര്യങ്ങളും ചെയ്യത്തില്ല. ഇത് പുറമേ നിന്നും വരുന്ന എനർജീസാണ്. അതായത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങളും ഇവരും തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ തന്നെ സോഷ്യൽ മീഡിയ അതേ കണക്കായിരിക്കും. അതായത് നമ്മൾ തമ്മിലൊരു ലിങ്ക് ഉണ്ടാവത്തില്ല, പക്ഷേ സോൾമേറ്റ് ആയിരിക്കും. പക്ഷേ ഒരുപാട് ഉപയോഗങ്ങളുണ്ടായിരിക്കും. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസേജ്, ഒരുപാട് അറിവ് തരും. പക്ഷേ ഞാൻ എപ്പോഴും തിരിഞ്ഞ് നിൽക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് അറിവും കാര്യങ്ങളും നോളജും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാവും. അതാണ് ആ ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ അമ്മുമ്മമാരോ നിങ്ങളുടെ പക്കാ സോൾമേറ്റ്, അതായത് നിങ്ങളുടെ അമ്മ എന്നുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് വിട്ടിട്ടുള്ള എനർജീസ്. അപ്പം നിങ്ങളുടെ പേരമക്കൾക്ക് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ സോൾമേറ്റ് ആയിരിക്കും. സോ നിങ്ങൾ മൂലം ഒരുപാട് അറിവ് അവർക്ക് കിട്ടും. അവർ നിങ്ങളുമായിട്ടായിരിക്കും കണക്റ്റഡ്, അമ്മയെക്കാളും ഒക്കെ നിങ്ങളായിട്ടായിരിക്കും കണക്റ്റഡ്. സോ അങ്ങനത്തെ ഉള്ള എനർജീസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും പഴയ കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ വേണ്ടി. അത് ജന്മാന്തരങ്ങൾ കൊണ്ട് അതും പർപ്പസ്ഫുള്ളി വരുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ടാണൊക്കെ വരുന്നത് ടിൻ ഫ്ലെയിം ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഭാര്യയായിരിക്കാം, നമ്മളുടെ റിലേഷൻഷിപ്പായിട്ട് വരുന്ന വ്യക്തികളായിരിക്കാം, നമ്മളുടെ മനസ്സ് നമ്മൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇതാണ് നമ്മളുടെ പർപ്പസിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സോൾമേറ്റ്. നമ്മുടെ പർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണ്, നമ്മളുടെ കഴിവ്, ഇതൊക്കെ
ഒക്കെ സോൾമേറ്റാണ്. ഇതൊന്നും ഇവരെ ഉള്ളിൽ ഈ സമയത്തൊന്നും അവരായിരിക്കത്തില്ല, മനുഷ്യഗണങ്ങളായിരിക്കും, എല്ലാം ഡിവൈൻസ് ആയിരിക്കും കെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി കയറും. അപ്പം ഇത് കാലാന്തരം കൊണ്ട് നടക്കുന്ന ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. ഇത് എഡ്യൂക്കേറ്റഡ് പർപ്പസ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് എല്ലാം ഉൾപ്പെടും കേട്ടോ. സ്പിരിറ്റ്, മെറ്റീരിയൽ ലൈഫ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം ആ വ്യക്തിയാണ് നമ്മളുടെ ചാവി നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മളെ വഴികാട്ടി എന്നൊക്കെ പറയില്ല, നമ്മുടെ മെൻറ്ററായിട്ട് വരും. ഒരു സോൾമേറ്റ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ മെൻറ്ററായിട്ട് വരും, നമ്മുടെ വഴികാട്ടിയായിട്ട് വരും. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സോൾമേറ്റ് നമ്മുടെ ലൈഫ്, അതാണ് ഞാൻ പറഞ്ഞത് 1-2 സോൾമേറ്റ് അല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്, ഒരുപാട് സോൾമേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് വന്നു പോകുന്ന സോൾമേറ്റുകളാണ്. ഇതൊക്കെയാണ് സോൾമേറ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ചുമ്മാ വേസ്റ്റ് സാധനങ്ങൾ അല്ല, വേസ്റ്റ് സാധനങ്ങളല്ല, ബാക്കിയെല്ലാം എന്ന് പറയുന്നത് എന്താ പറയുക, ചുമ്മാ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥ സോൾമേറ്റ് എന്ന് പറയുന്നത്, ഈ കാറ്റഗറി പെടുന്നത്. അപ്പോൾ ഈ കാറ്റഗറി പെടുന്ന ആൾക്കാരെ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി നോക്കുക. അവർ കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ലൈഫിലൊന്നും നിലനിൽക്കും അങ്ങനത്തെ ഉള്ള ആൾക്കാർ. അച്ഛനും അമ്മയൊക്കെ നമ്മുടെ ലൈഫിലൊന്നും നിലനിൽക്കൂലേ, അതേ കണക്ക്. ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയൊക്കെ പ്രശ്നക്കാരാണ്. അപ്പം അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ പൂജാരിമാർ, അമ്പലത്തിലെ ഉസ്താക്കന്മാരെന്ന് അമ്പലത്തിലെ പൂജാരിമാർ, പള്ളിയിലെ പള്ളിയിലെ ഉസ്താക്കന്മാർ, പിന്നെ ക്രിസ്ത്യൻ പള്ളിയിലെ ഈ ഇത് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, എന്താ പറയുക, അച്ഛന്മാർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ. അതൊക്കെ സ്പിരിച്വൽ ജേണി നമുക്ക് വഴികാട്ടി തരാൻ വേണ്ടി വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ യൂണിവേഴ്സ് അങ്ങനെ വരും, നമ്മളൊക്കെ പോലത്തുള്ള ആൾക്കാർ അങ്ങനെ. അപ്പോൾ ആ ഒരു കാറ്റഗറി പെടുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ സോൾമേറ്റ്. ഇത് നമ്മളുടെ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഇതായിരിക്കത്തില്ല. അതായത് ഫെമിനൈൻ എനർജി ആവാനാണ് ചാൻസ് കൂടുതൽ. ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങൾ വരും, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ആണുങ്ങൾ വരും. ഇത് റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടാണ്. നമ്മുടെ പർപ്പസ് എന്താണോ, നമ്മളുടെ വാല്യൂ എന്താണോ, നമ്മളുടെ എനർജി എന്താണോ, നമ്മൾ ആരെന്നൊക്കെ തിരിഞ്ഞ് മനസ്സിലായത്. അത് നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ലൈഫിൽ ഒരു പെണ്ണ് വന്ന് കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് എനിക്ക് ഒരു ഉയർച്ച ഉണ്ടായത്, ആ വ്യക്തിയാണ് എൻ്റെ സോൾമേറ്റ്. ആ കാറ്റഗറി പെടുന്ന ആൾക്കാരാണ്. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയത്, എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വരൂലേ, അതാണ് ഈ സോൾമേറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് വരുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നമ്മുടെ ലൈഫിൽ വരണം. ഇനി നമ്മളുടെ റിയൽ വ്യക്തിനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ റിയൽ സോൾമേറ്റിനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നമുക്കൊന്നും തോന്നത്തില്ല, നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ തോന്നും. ലൈഫ് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഞാനിപ്പോൾ ഇന്നിരുന്ന് ചിന്തിക്കുകയാണ്, ലൈഫ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, അതിപ്പോൾ എങ്ങനെ പോയാലും കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, ഇതിപ്പോൾ എന്തായാലും ജീവിതം ഇങ്ങനെ എല്ലാം കൊണ്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. അപ്പം ഇനിയിപ്പോൾ ജീവിതം മുന്നോട്ട് പോയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും രക്ഷപ്പെട്ട് എല്ലാവരും അങ്ങനത്തെ സിറ്റുവേഷൻ പോയി, ഇനിയിപ്പോൾ ജീവിതം എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സോൾമേറ്റ് വരെയാണ് സ്വിച്ച് ഇട്ടണക്കാൻ മാറുന്ന. പിന്നെ എൻ്റെ ചിന്തകൾ ഫുള്ള് മാറും. അതായത് എൻ്റെ ചിന്തകൾ ഇങ്ങനെ മാറും, ജീവിക്കണം, കൊച്ചുങ്ങളുണ്ടാക്കണം, നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം, മരിക്കുന്ന സമയത്ത് ഞാനും അവളും കൈ പിടിച്ച് ചേർന്ന് മരിക്കണം, അങ്ങനെയൊക്കെ ചിന്താഗതി പോകും നമ്മൾ. അതായത് അതൊരു ടിൻ ഫ്ലെയിം ആവണമെങ്കിലും ആവാം. നമ്മൾ ഫുള്ളിരുന്ന് ചിന്തിക്കും, നമുക്ക് 2 കൊച്ചുങ്ങൾ, ആ കൊച്ചുങ്ങൾ അവിടെ പഠിപ്പിക്കണം, മറ്റേ ചെയ്യണം, മറ്റേത് മറിച്ച് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരുമിച്ച് ജീവിക്കണം, നമുക്ക് ന്യൂസിലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അത് കാണണം, മറ്റേത് കാണണം. ജീവിക്കാനുള്ള ത്വര അവിടം തൊട്ട് തുടങ്ങും നമുക്ക്. നമ്മുടെ റിയൽ സോൾമേറ്റിനെ കാണുന്ന സമയത്ത് ജീവിക്കാനുള്ള ത്വര നമുക്ക് അവിടം തൊട്ട് തുടങ്ങും. നമ്മൾ പിന്നെ തറയിലും ആകാശത്തും ഒന്നും ആയിരിക്കത്തില്ല, നമ്മളെല്ലാം നടുക്ക് സിറ്റുവേഷനിലായിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം എന്താണ്, നമ്മൾ ഭയങ്കരമായിട്ട് ആവാൻ വേണ്ടി തുടങ്ങും. നമ്മളുടെ ഡൗൺ സിറ്റുവേഷൻസും എല്ലാം മാറിയിട്ട് നമ്മൾ ഒരു 60 വയസ്സുള്ള അമ്മുമ്മയാണെങ്കിൽ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരാണ് ആയിരുന്ന സമയത്താണെങ്കിൽ പോലും ഈ സോൾമേറ്റ് നമ്മുടെ ലൈഫിൽ വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചെറുപ്പമാവും. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ലൈഫിൽ ആരെയും നമുക്ക് വേണ്ടി വരത്തില്ല. നമ്മുടെ ആ ഒരു നമ്മൾ അന്നേരം ചിന്തിച്ചുകൊണ്ടിരിക്കും, നമ്മൾ രക്ഷപ്പെടുന്നില്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും സിറ്റുവേഷൻസും നെഗറ്റീവ് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് എല്ലാം മാറും. കാരണം സൈക്കിക് എബിലിറ്റി ഉണ്ടായിരിക്കും, അതീന്ദ്രിയമായിട്ടുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും ആ വ്യക്തിക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മളിത് പഠിച്ച് നിൽക്കുകയല്ലേ, സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഏതാണെന്നൊക്കെ പഠിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ വ്യക്തിക്ക് ഇതൊന്നും അറിയാൻ പറ്റുന്നതല്ല. ആ വ്യക്തി ജന്മന അങ്ങനെ വരുന്ന ആളാണ്, സോൾമേറ്റാണ്. നമ്മുടെ പക്ക സോൾമേറ്റ് വരുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും. ഈ സോൾമേറ്റ് നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് തന്നെ ഈ റിലേഷൻഷിപ്പ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ വരും. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയല്ല, പോസിറ്റീവ് ആക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ വേണ്ടി. ഈ യഥാർത്ഥ സോൾമേറ്റ് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണേറ് കമ്പയർ ഒന്നും കിട്ടത്തില്ല, എല്ലാം ഈ വ്യക്തി എടുത്ത് കളയും.
കാരണം ആ വ്യക്തിക്ക് അത്രയും പവർ ആയിരിക്കും, അത്രയും നോളജ് ആയിരിക്കും. യൂണിവേഴ്സിൽ ജസ്റ്റ് ഒരു പൂവിനോട് വരെ സംസാരിക്കാൻ പറ്റുന്ന എനർജി ആയിരിക്കും, ഭയങ്കര പ്യുവർ ആയിരിക്കും. ഇതിനുണ്ടാവുന്ന കുട്ടികൾ ഫുള്ള് ഡിവൈൻസ് ആയിരിക്കും. ഡിവൈൻസ് എന്ന് പറയുന്നത് ഇവരിലുണ്ടാവുന്ന കുട്ടികൾ ഫുള്ള് ഡിവൈൻസ് ആയിരിക്കും, ദൈവത്തിൻ്റെ മക്കളായിരിക്കും. അതായത് ഇവർ തന്നെ കർമ്മ എല്ലാം തീർക്കൂലേ, പാസ്റ്റും എല്ലാം തീർത്തിട്ടായിരിക്കും വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പം നിങ്ങളും ഓൾമോസ്റ്റ് എല്ലാം തീർത്തിട്ടായിരിക്കും നിൽക്കുന്നത്, ഇങ്ങനെ കർമാസും കാര്യങ്ങളും എല്ലാം തീർത്തിട്ടായിരിക്കും നിൽക്കുന്നത്. സോ അങ്ങനെ എക്സ്ട്രാ മെരിറ്റിലാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈൻ കുട്ടികളായിട്ട് ജനിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പാടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഉത്തരവാദിത്തോടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ മെരിറ്റിലാണെന്നുണ്ടെങ്കിൽ കാർമിക്കായിട്ട് മറ്റേ ആൾക്കൊരു പ്രോബ്ലം വരരുത് എന്നാണ്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ യഥാർത്ഥ ടിൻ ഫ്ലെയിം വരുന്ന സമയത്ത്. നിങ്ങൾക്ക് യഥാർത്ഥ ടിൻ ഫ്ലെയിം വരുന്ന സമയത്ത് നിങ്ങളുടെ സോളിനെ ഊട്ടി ഉറപ്പിക്കുന്നു. ഇപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, കൊഴിഞ്ഞ ഒരു ചെടിയാണ്, നിങ്ങൾ ഒരിക്കലും വെള്ളം ഒഴിക്കുന്നില്ല, നിങ്ങളൊന്നിനും ആത്മാർത്ഥത കാണിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി വരുന്നതിന് ശേഷം നിങ്ങൾ ഓടിപ്പോയി കിണറ്റിൽ പോയി വെള്ളം കോരി ഒഴിക്കും നിങ്ങളുടെ ചെടിക്ക്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് നിങ്ങളുടെ സോൾ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും, എക്സ്പ്രഷൻ ചെയ്യും നിങ്ങളടുത്ത്. സംതിങ് ബെറ്റർ ആയിട്ടുള്ള ന്യൂ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കെട്ടിക്കിടക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി തുടങ്ങും. ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾക്ക് ചിലപ്പം പുറമേ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണും. നിങ്ങൾ ചിലപ്പോൾ കാണും, പക്ഷേ നിങ്ങൾ വേറെ ചിന്തയിലായിരിക്കും. പക്ഷേ നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് കാണും. സംതിങ് ബെറ്റർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുന്നത്, നിങ്ങളെന്താ പറയുക, നിങ്ങളുടെ പർപ്പസിലോട്ട് എത്തുന്നത്. സോ ആ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയം തൊട്ട് നിങ്ങൾ അവേക്കൻ ചെയ്യാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ ലൈഫ് ഭയങ്കര സിമ്പിളായിരിക്കും, ഭയങ്കര നോർമലായിരിക്കും, ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ക്രിയേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈഗോയിലെ പൊസസീവ്നെസ്സോ അങ്ങനത്തെ ഒന്നും കാണത്തില്ല, മറ്റുള്ളവരെ നശിപ്പിക്കണമെന്നല്ല അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഒന്നും കാണത്തില്ല. നിങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ നിങ്ങളൊരു വെൽ സെറ്റിൽഡ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. എല്ലാവർക്കും സോൾമേറ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ ഒറിജിനൽ സോൾമേറ്റ് വരുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവത്തുള്ളൂ. അത് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാരാണെങ്കിൽ വരും, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാൻ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. പേഴ്സണലി വേണമെങ്കിൽ ഞാൻ റീഡിങ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, സോ അങ്ങനെയാണ്. അപ്പം നിങ്ങൾ പഠിക്കും, എക്സ്പീരിയൻസ് ചെയ്യും, നിങ്ങൾ മാറും, നിങ്ങളെന്നുള്ള വ്യക്തി ട്രാൻസ്ഫർമേഷൻ ആയിട്ട് മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ലുക്ക് മാറും, നിങ്ങളുടെ എനർജി മാറും, നിങ്ങളെടുക്കുന്ന ആക്ഷൻ മാറും, എല്ലാം മാറും. സോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഇതിന് പുറമെ ആർക്കും പേഴ്സൺ ഇട്ട് താല്പര്യം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ഓക്കെ ബൈ, ഇന്നത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ ബൈ, ടാറ്റ, സീ യു.